നിമിഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കണ്ടാലറിയാവുന്ന 27 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. SFI സംസ്ഥാന സെക്രട്ടറിയും പ്രതി. പൊതുമുതൽ നശിപ്പിച്ചെന്ന വകുപ്പ് ചുമത്തി. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും FIR. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് SFI. വ്യാഴാഴ്ച രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും SFI. SFI സമരത്തെ പിന്തുണച്ച് CPIM. കേരള സർവകലാശാലയിലെത്തി MP ഗോവിന്ദൻ മാസ്റ്റർ. പ്രവർത്തകരുമായി സംസാരിച്ചു. RSS തിട്ടൂരം അനുവദിക്കില്ലെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കാണാതായ ആൾക്കുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. കണ്ടെത്താനുള്ളത് ബീഹാർ സ്വദേശി അജയ് കുമാറിനെ. ലോങ് ബൂം എക്സ്വേറ്റർ സ്ഥലത്തെത്തിച്ച് ഹിറ്റാച്ചിക്ക് മുകളിൽ വീണ പാറകൾ നീക്കി തുടങ്ങി. അപകട ഭീഷണിയായി വീണ്ടും പാറ ഇടിയുന്നു. നാളത്തെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിന് സമാനമാവും. KSRTCയുടെ കാര്യത്തിൽ മന്ത്രിയും CPIM-ഉം രണ്ടു തട്ടിൽ. സമരത്തിൽ ജീവനക്കാർ ഭാഗമാകില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഡയസ്നോൺ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി KSRTC. മന്ത്രിക്ക് കാര്യമറിയില്ലെന്ന് LDF കൺവീനർ. നാളെ KSRTC സ്തംഭിക്കും. ജീവനക്കാർ പണിമുടക്കരുതെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ല. സ്വകാര്യ വാഹനങ്ങൾ നാളെ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നും TP രാമകൃഷ്ണൻ. പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ്. ഈ മാസം 16-ന് ശിക്ഷ നടപ്പാക്കാൻ പ്രോസിക്യൂട്ടർ ഉത്തരവിറക്കി. ഉത്തരവ് വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ യമൻ പൗരൻ തലാലിനെ വിഷം കുത്തിവെച്ച് കൊന്നെന്നാണ് കേസ്. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രം വധശിക്ഷ ഒഴിവാകും. തലാലിന്റെ കുടുംബത്തെ കാണാൻ ശ്രമം നടത്തുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. ഹിന്ദു പിന്തുടർച്ചാവകാശത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ഹിന്ദുത്വത്തിൽ പെൺമക്കൾക്ക് തുല്യ അവകാശമുണ്ടെന്ന് ജസ്റ്റിസ് ഈശ്വരൻ. 1975-ലെ നിയമത്തിലെ വ്യവസ്ഥകൾ നിലനിൽക്കില്ല. ഒരു മകൾ 10 ആൺമക്കൾക്ക് തുല്യമെന്നും കോടതി. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ അറസ്റ്റിൽ. അറസ്റ്റ് ചോദ്യം ചെയ്യലിന് ശേഷം. മുൻകൂർ ജാമ്യമുള്ളതിനാൽ സൗബിനെ വിട്ടയക്കും. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് അന്വേഷണ സംഘം. വയനാട് മേപ്പാടിയിൽ വന്യജീവി ശല്യത്തിൽ പ്രതിഷേധം. റോഡ് ഉപരോധിച്ച നാട്ടുകാർ. പോലീസ് സ്റ്റേഷന് മുന്നിലും സമരം. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകി DFO. വന്യജീവികളെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതിയെന്ന് നാട്ടുകാർ കേരള വിഷൻ ന്യൂസിനോട്. തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകം. പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടെ തന്നെയെന്ന സ്ഥിരീകരണം. അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി. പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയരാക്കി. പ്രതികളായ അനിഷയും ഭവിനും കസ്റ്റഡിയിൽ തുടരുന്നു.